ഹലോ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ CMA ഡ്രീം ബിഗ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമ്മൾ കോൺട്രാക്റ്റ് ആക്റ്റാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് ആക്റ്റിൻ്റെ ബാക്കി നമുക്കിന്ന് നോക്കാം. കോൺട്രാക്റ്റ് ആക്റ്റിൽ ഫ്രീ കൺസെൻറ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു. ഫ്രീ കൺസെൻറ്റിൽ അടുത്ത സെക്ഷൻ 17 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 17 ഫ്രോഡാണ്. ഓക്കെ, ഫ്രോഡിൻ്റെ സെക്ഷൻ 17. സോ നമുക്ക് നോക്കാം. ആസ് പെർ സെക്ഷൻ 17 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, ഫ്രോഡ് മീൻസ് any of the following act committed by a party to a contract with the intent to deceive another party. അപ്പോൾ എന്താണ് താഴെ പറയുന്നതാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 17 പറയുവാണ് ഫ്രോഡ് എന്താണെന്ന്. അപ്പോൾ താഴെ പറയുന്ന കേസാണ് ഫ്രോഡായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ട്രീറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ഒരു പാർട്ടിയെ ഡിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ വഞ്ചിക്കുന്നു. അതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. എ പേഴ്സൺ മേക്കിംഗ് ദ ഫ്രോഡ് ഡസ് നോട്ട് ഹാവ് എനി ബിലീഫ് ഇൻ ദ ട്രൂത്ത് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഹിം. ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്ട് ബൈ വൺ ഹാവിങ് നോളജ് ഓഫ് ഇറ്റ്. അപ്പോൾ എന്താണ് ഒരു കാര്യം അറിഞ്ഞിട്ട് മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അങ്ങനെയുള്ള കാര്യത്തിലും അത് ഫ്രോഡായിട്ട് ട്രീറ്റ് ചെയ്യും. എ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. അപ്പോൾ എന്താണ് ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശം ഇല്ലാതെ പ്രോമിസ് ചെയ്യുവാണ്. എനി അതർ ആഡ് ഫിറ്റഡ് ടു ഡിസീവ്. അപ്പോൾ എന്താണ് വഞ്ചിക്കാനായിട്ട് എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ. എനി ആക്ട് ഓർ ഒമിഷൻ ആസ് എ ലോ സ്പെസിഫിക്കലി ഡിക്ലെയർഡ് ടു ബി ഫ്രോഡ്ലൻറ്റ്. അപ്പോൾ എന്താണ് ഒരു ലോയിൽ പറയുവാണ് അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ ശേഷവും അത് വീണ്ടും ചെയ്യുകയാണെങ്കിൽ അതും ഫ്രോഡായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ഇൻ എ കേസ് ഓഫ് ഫ്രോഡ് ദ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ ഈവൻ ദോ ദ എഗ്രീഡ് പാർട്ടി ഹാഡ് ദ മീൻസ് ഓഫ് ഡിസ്കവറിംഗ് ദ ട്രൂത്ത് വിത്ത് ഒറിജിനൽ ഡിലിജൻസ്. ദ എഗ്രീഡ് പാർട്ടി ഹാസ് ദ റൈറ്റ് ടു സ്യൂ ദ പേഴ്സൺ മേക്കിംഗ് ദ ഫ്രോഡ് ഫോർ ഡാമേജസ്. അപ്പോൾ എന്താണ് എഗ്രീഡ് പാർട്ടിക്ക് വഞ്ചിക്കപ്പെട്ട പാർട്ടിക്ക് എന്ത് ചെയ്യാം? സ്യൂ ചെയ്യാം. അതുപോലെ ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സൈലൻസ് ആസ് ഫ്രോഡ്. അപ്പോൾ എന്താണ് സൈലൻസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ജനറൽ റൂൾ ഈസ് ദാറ്റ് മിയർ സൈലൻസ് വിച്ച് ലൈക്ലി ടു എഫക്ട് ദ വില്ലിംഗ്നെസ് ഓഫ് അതർ പാർട്ടി ഈസ് നോട്ട് എ ഫ്രോഡ്. അപ്പോൾ പറയുവാണ് ജനറൽ റൂളിൽ പറയുവാണ് മിയർ സൈലൻസ് വിച്ച് ലൈക്ലി ടു അഫക്റ്റ് ദ വില്ലിംഗ്നെസ് ഓഫ് അതർ പാർട്ടി. എന്താണ് അടുത്ത പാർട്ടിയെ വില്ലിംഗ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നെങ്കിൽ അത് ഫ്രോഡ് അല്ല എന്നാണ് പറയുന്നത്. എക്സംഷൻ വേറെ പാർട്ടി സ്റ്റാൻഡ് ഇൻ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. അതായത് ഇതിൻ്റെ എക്സംഷനാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ ഉൾപ്പെടുത്താത്തതിനെയാണ് പറയുന്നത്. വേർ ദ പാർട്ടി സ്റ്റാൻഡ് ഇൻ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ട്രൂത്ത്. വൻ silence is equivalent to speech. Partial disclosure of truth which deceives the other parties is a fraud. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ എക്സംഷൻ കേസ്. എഫക്റ്റ് ഓഫ് ഫ്രോഡിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 19, when consent to an agreement is caused by coercion, fraud or misrepresentation, the agreement is a contract voidable at the option of parties whose consent was so caused. അപ്പോൾ എന്താണ് പറയുന്നത്? കൊയർഷൻ, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയുള്ള 3 കേസിൽ പറയുവാണ് ആരുടെ അനുവാദമാണോ എങ്ങനെ ഇത് കൊണ്ട് ഒബ്റ്റെയിൻ ചെയ്തെടുത്തത്, അതായത് ഈ ഫ്രോഡ്, കൊയർഷൻ, മിസ്റെപ്രസെൻറ്റേഷൻ ഇത് വെച്ചാണ് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി അതായത് ഡിഫീറ്റ് ചെയ്യപ്പെട്ട പാർട്ടിയുടെ കാര്യത്തിൽ ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. However, there is one exception to the rule of voidability of contract at the option of aggrieved party. In such, consent was caused by misrepresentation or by silence, fraudulent within the meaning of section 19. The contract nevertheless is not voidable if a party whose consent was so obtained caused by the means of discovering the truth with original diligence. അപ്പോൾ എന്താണ് പറയുവാണ് ചില കാര്യങ്ങളിൽ കോൺട്രാക്റ്റ് നമുക്ക് എഗ്രീഡ് പാർട്ടിയുടെ കേസിൽ നമുക്ക് കോൺട്രാക്റ്റ് വോയിഡബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ കാര്യങ്ങൾ അത് ഈ നമ്മളുടെ ഒരു ഇൻ്റലിജൻസ് വെച്ച് ഓർഡിനറി ഇൻ്റലിജൻസ് വെച്ച് അത് തെറ്റാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുന്ന കാര്യമാണെങ്കിൽ ആ കോൺട്രാക്റ്റ് അഫക്റ്റ് ചെയ്ത പാർട്ടിക്ക് വോയിഡബിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് നോക്കാം മിസ്റെപ്രസെൻറ്റേഷൻ. മിസ്റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നോക്കാം. A statement of fact which one party makes in the course of negotiation with view to inducing one another party to enter into a contract is known as misrepresentation. അപ്പോൾ എന്താണ് ഒരു പാർട്ടിയെ എങ്ങനെയായാലും ഈ 5 കാര്യത്തിൽ ഫ്രീ കൺസെൻറ്റുള്ള 5 കാര്യത്തിലായാലും ഒരു പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിക്കുക അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത്. ഇറ്റ് മസ്റ്റ് റിലേറ്റഡ് ടു സം മെറ്റീരിയൽ ഫാക്ട് ടു ദ ഫാക്ട് വിച്ച് ഈസ് മെറ്റീരിയൽ ടു കോൺട്രാക്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു കോൺട്രാക്റ്റിൻ്റെ മെറ്റീരിയൽ ഫാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ പറയുവാണ്
Misrepresentation. It may be expressed by words spoken or written or implied from the act and conducted by the parties. അപ്പോൾ എന്താണ് പറയാൻ, എക്സ്പ്രസ്ഡ് ആയിരിക്കാം, എക്സ്പ്രസ്ഡ് ബൈ വേർഡ്സ് ഓർ റിട്ടേൺ, എഴുതി കൊടുക്കുന്നത്, ഇംപ്ലൈഡ് ആയിട്ട് എഴുതി കൊടുക്കുന്നതും ആയിരിക്കാം. എ റിപ്രസെൻറ്റേഷൻ വെൻ റോങ്ലി മെയ്ഡ് either innocently or intentionally is a misrepresentation. അപ്പോൾ എങ്ങനെയാണ് മിസ്റിപ്രസെൻറ്റേഷൻ, എങ്ങനെയും വേണമെങ്കിലും ആവാം. ഇന്നസെൻ്റ്ലി മെയ്ഡ് ചെയ്യാം, അൺഇൻറ്റൻഷനലി മെയ്ഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് മിസ്റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നു. ഓക്കെ, വെൻ ഇറ്റ് ഈസ് മെയ്ഡ് ഇന്നസെൻ്റ്ലി ഓർ അൺഇൻറ്റൻഷനലി ഇറ്റ് ഈസ് മിസ്റിപ്രസെൻറ്റേഷൻ ആൻഡ് വെൻ മെയ്ഡ് ഇൻറ്റൻഷനലി ഓർ വിൽഫുള്ളി ഫ്രോഡ്. അപ്പോൾ എന്താണ് പറയുന്നത്, ഇന്നസെൻ്റ്ലി ഓർ അൺഇൻറ്റൻഷനലി ചെയ്യുവാണെങ്കിൽ അതിനെ മിസ്റിപ്രസെൻറ്റേഷൻ എന്ന് പറയും. അതുപോലെ ഇൻറ്റൻഷനലി, അപ്പോൾ ഇൻറ്റൻഷനോട് കൂടി ഇത് ചെയ്യാൻ, ഈ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ വിൽഫുള്ളായിട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഫ്രോഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ ഇത് പഠിച്ച് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. പിന്നെ പറയുവാണ് എസെൻഷ്യൽസ് ഓഫ് മിസ്റിപ്രസെൻറ്റേഷൻ. മിസ്റിപ്രസെൻറ്റേഷൻ്റെ എസെൻഷ്യൽസ് ഒക്കെ എന്താണെന്ന്. ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട്. ആരായിരിക്കും മിസ്റിപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്, കോൺട്രാക്റ്റിൻ്റെ പാർട്ടീസ് തന്നെയായിരിക്കും. പാർട്ടീസ് മേക്സ് എ റിപ്രസെൻറ്റേഷൻ. അപ്പോൾ എന്താണ്, ഒരു റിപ്രസെൻറ്റേഷൻ ചെയ്യുവാണ്, അതുപോലെ ആ റിപ്രസെൻറ്റേഷൻ ഫാൾസായി തീരുന്നു. ദ മിസ്റിപ്രസെൻറ്റേഷൻ വാസ് മെയ്ഡ് ഇന്നസെൻ്റ്ലി, ഇന്നസെൻ്റായിട്ട് മെയ്ഡ് ചെയ്തിരിക്കാം. ദ മിസ്റിപ്രസെൻറ്റേഷൻ വാസ് നോട്ട് മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഡിസീവ് ദി അതർ പാർട്ടി. അപ്പോൾ എന്താണ്, മിസ്റിപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിൻ്റെ പറയുവാണ് ഇനിയൊരു പാർട്ടിയെ വഞ്ചിക്കാൻ വേണ്ടത്, നമ്മുടെ കോൺട്രാക്റ്റിലുള്ള പാർട്ടിയെ വഞ്ചിക്കാനുള്ള ഉദ്ദേശത്തിലല്ലായിരിക്കും അത് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഒരു തെറ്റായിട്ടുള്ളൊരു എന്താണ് ഇന്നസെൻ്റ്ലി ചെയ്യുന്നതാണ് അത്. ഓക്കെ, ദി അതർ പാർട്ടി ഹാസ് ആക്ച്വലി ആക്റ്റഡ്. ഓക്കെ, അടുത്ത പാർട്ടി എന്താണ്, ആക്ച്വലി ആക്ട് ചെയ്യുവാണെന്നാണ് പറയുന്നത്. Effect of misrepresentation. As per section 19, when consent to an agreement is caused by misrepresentation, the agreement is a contract voidable at the option of the parties whose consent was so caused. Misrepresentation are of two types: അൺവാറണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. അപ്പോൾ ഇതാണ് 2 types ഓഫ് മിസ്റിപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ നോട്ട്സിൻ്റെ PDF വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.